എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം 5 വാക്യം. മത്തായി 27:5. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവിൻ്റെ ക്രൂശീകരണം എന്ന ഭീകര സംഭവത്തിൻ്റെ അണിയറയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ആലോചിച്ചവരുണ്ട്, തീർപ്പ് കൽപ്പിച്ചവർ, കൂടെ നിന്നവർ, ഓടി മാറിയവർ, നിർവഹിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ. ഇവരുടെ എല്ലാം മധ്യത്തിൽ യൂദാസിനെയാണ് കൊടും ഭീകരൻ എന്ന നിലയിൽ എല്ലാവരും വീക്ഷിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കെടുത്തതിലൂടെ യൂദാസ് വലിച്ചെറിഞ്ഞത് താൻ പങ്കുവച്ച സ്നേഹവും തന്നിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസവുമാണ്. യൂദാസ് ഉൾപ്പെടെയുള്ള ശിഷ്യരെ യേശു വിളിച്ചത് എന്നെ അനുഗമിപ്പീൻ എന്ന വാക്കുകളുടെയാണ്. തന്നെ അനുഗമിക്കുവാൻ ക്ഷണിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതം പങ്കുവയ്ക്കാനാണ് ക്ഷണിക്കുന്നത്. അവസാനത്തോളം തന്നെ അനുഗമിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ തൻ്റെ അവസാനം സൃഷ്ടിക്കുന്നവരിൽ പ്രധാനിയായി തീർന്നു എന്നതാണ് ചരിത്രത്തിൽ യൂദാസിനെ അടയാളപ്പെടുത്തുന്നത്. എല്ലാ പുറന്തള്ളലുകളും ഒരു വിധത്തിൽ ഒറ്റിക്കൊടുക്കലാണ്. അർപ്പിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്ന സ്നേഹത്തിൻ്റെയും പുറന്തള്ളലാണ് ഓരോ ഒറ്റിക്കൊടുക്കലിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രൂശീകരണത്തിൽ പത്രോസും യൂദാസിനേക്കാൾ ഒട്ടും അപ്രധാനമായ കഥാപാത്രമല്ല. ഒരുപക്ഷെ ഇരുവരുടെയും പ്രവൃത്തികളെ വിലയിരുത്തിയാൽ പത്രോസിനേക്കാൾ മാപ്പർഹിക്കുന്നത് യൂദാസ് ആണെന്ന് തോന്നുന്നു. നീ എന്നെ തള്ളിപ്പറയും എന്ന സൂചനയെ പുച്ഛിച്ച് തള്ളി യേശുവിനോടുകൂടെ മരണം പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചവനാണ് പത്രോസ്. അപ്രകാരമുള്ള വീരവാദങ്ങളൊന്നും യൂദാസ് പറയുന്നില്ല. ഒരാൾ യേശുവിനെ അറിയാം എന്ന് പറഞ്ഞ വാക്കിലൂടെ ഒറ്റിക്കൊടുത്തു, മറ്റൊരാൾ അറിയില്ല എന്നും പറഞ്ഞു. ജീവിതത്തിൽ എവിടെയൊക്കെ യേശുവിനെ പുറന്തള്ളുന്നുവോ അവിടെയെല്ലാം നമ്മളും അവനെ ഒറ്റിക്കൊടുക്കുകയാണ്. എന്നാൽ യൂദാസിൻ്റെ ഏറ്റവും വലിയ തെറ്റ് യേശുവിനെ ഒറ്റിക്കൊടുത്തതല്ല, തുടർന്ന് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞതാണ്. ഈ ലോകത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനുള്ള സാധ്യതയെ നിഷേധിക്കുന്നതാണ് ആത്മഹത്യ. അത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല. പത്രോസ് തുല്യമായ അകൃത്യം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ അവൻ നഷ്ടപ്പെടാതെ ഇരുന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനുള്ള സാധ്യത നഷ്ടപ്പെടുത്താതിരുന്നത് കൊണ്ടാണ്. കോഴിയുടെ കൂകൽ ഉണർത്തിയ ഓർമ്മകളിൽ തകർന്ന പത്രോസിൻ്റെ കണ്ണുനീർ അത് തെളിച്ച പാതയിലൂടെ യേശു അവൻ്റെ ജീവിതത്തിലേക്ക് നടന്നു കയറി. അവിടെ അവൻ്റെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു. യൂദാസ് സ്വയഹത്യയിലൂടെ ഇല്ലാതെയാക്കിയത് ഒരു മടങ്ങി വരവിനുള്ള സാധ്യതയായിരുന്നു. ബോധപൂർവം പുറത്തിറങ്ങി നിൽക്കുന്നവരല്ലാതെ ദൈവസ്നേഹത്തിൻ്റെ വലയത്തിന് പുറത്ത് ആരുമില്ല, യൂദാസ് പോലുമില്ല. അവൻ അപ്രത്യക്ഷനായില്ലായിരുന്നുവെങ്കിൽ യേശു അവനെയും യഥാസ്ഥാനപ്പെടുത്തുമായിരുന്നു. ദൈവത്തിന് നമ്മെ ലഭ്യമല്ലാതാക്കി തീർക്കുന്നതാണ് ആത്മഹത്യയെങ്കിൽ അതിനെക്കുറിച്ച് നാം ഏറെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ചെറിയ അസൗകര്യങ്ങളുടെയും സ്വന്തം താല്പര്യങ്ങളുടെയും പേരിൽ നമ്മൾ ദൈവത്തിന് ലഭ്യരല്ലാതെ
മാറുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീഴുന്നത്. ദൈവത്തിനെ യഥാസ്ഥാനപ്പെടുത്തി രൂപാന്തരപ്പെടുത്താൻ ലഭിക്കാതെ പോകുന്ന യൂദാസുമാർ ധാരാളം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടലിനായി എല്ലാ ഒറ്റിക്കൊടുക്കലുകളിൽ നിന്നും ഒരു മടങ്ങി വരവ് നാം നിർവഹിക്കുന്ന കാലമാവട്ടെ ഈ നോമ്പുകാലം എന്നത് യൂദാസിൻ്റെ അന്ത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന് യഥാസ്ഥാനപ്പെടുത്താൻ കഴിയാതെ വണ്ണം ആരും അകന്നു പോയിട്ടില്ല. യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ആരും വീണു പോയിട്ടില്ല. യേശുവിനെ സൗഖ്യപ്പെടുത്താൻ കഴിയാതെ വണ്ണം ഒരു മനുഷ്യനും ഭൂമിയിൽ രോഗിയായി തീർന്നിട്ടില്ല. യേശുവിനെ അടുപ്പിച്ച് നിർത്താൻ കഴിയാതെ വണ്ണം ആരുടെയും ബന്ധങ്ങൾ അറ്റുപോയിട്ടില്ല. അതുകൊണ്ട് കൈ കുറുകിപ്പോകാത്ത ദൈവത്തിൻ്റെ വിടുതലിനായും യഥാസ്ഥാനീകരണത്തിനായും നമുക്ക് ധ്യാനപൂർവം കാത്തിരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു, തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളിലും പ്രവൃത്തികളിലുമൊക്കെ കർത്താവിനെ തള്ളിപ്പറയുന്ന, ഒറ്റുകൊടുക്കുന്ന ഒരുപാട് പ്രവണതകളുണ്ട് എന്ന് സമ്മതിക്കുന്നു. അതിൽ നിന്നും മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും വഴികളിലൂടെ സഞ്ചരിപ്പാൻ പുതിയ വർഷം ദൈവം തമ്പുരാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.